ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാരേറ്റുള്ള വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ ചില ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ചില ഇടപാടുകളുടെ രേഖകളും പിടിച്ചെടുത്തതായാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഉണ്ണികൃഷ്ണന്റെ ബന്ധുവീട്ടിൽ നിന്നാണ് ദ്വാരപാലക ശില്പത്തിന്റെ പീഠം നേരത്തെ കണ്ടെത്തിയത്. അന്വേഷണത്തിലൂടെ എല്ലാം തെളിയുമെന്നായിരുന്നു വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പ്രധാന പങ്കുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘമായ SIT കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥർക്കും ദേവസ്വം ബോർഡിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ട് SIT പ്രത്യേക അന്വേഷണ സംഘം നൽകിയത്. റിപ്പോർട്ട് അംഗീകരിച്ച കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്ക് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. സ്വർണം പൊതിഞ്ഞ പാളികൾ ചട്ടങ്ങൾ ലംഘിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. പോറ്റി അവ ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും കൊണ്ടുപോയ ശേഷമാണ് ചെന്നൈയിൽ എത്തിച്ചത്. സ്വർണം പൂശിയ ശേഷം ചെന്നൈയിലെയും ബംഗളൂരുവിലും കേരളത്തിലുമുള്ള വീടുകളിലും ക്ഷേത്രങ്ങളിലും എത്തിച്ച് പൂജ നടത്തി. ഇതിനു പിന്നാലെയാണ് നടൻ ജയറാമിന്റെ വീട്ടിലടക്കം വാതിൽ കൊണ്ടുപോയി പൂജ നടത്തിയത്. പാളികളിൽ സ്വർണം പൂശിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനും തട്ടിപ്പിൽ പങ്കുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്.